ആ, സൂര്യൻ രാശി മാറി മിഥുനൻ രാശിയിൽ ഈ ജൂൺ 15-ന് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ സൂര്യന്റെ രാശി മാറ്റം ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങളും ഭാഗ്യാനുഭവങ്ങളും ധന സമൃദ്ധിയും ഒക്കെ ഉണ്ടാക്കുമെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യമേ തന്നെ ചിങ്ങക്കൂർ നക്ഷത്രങ്ങളായ മകം, പൂരം, ഉത്രം, കാല് എന്നീ നക്ഷത്രങ്ങളെ പരിശോധിക്കാം. ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം 10-ലും സർക്കാർ ധനത്തിന്റെ കാരകനായ സൂര്യനും ആഡംബര വസ്തുക്കളുടെയൊക്കെ കാരകനായ ശുക്രനും വേറൊരു ശുഭനായ ബുധനും 11-ൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഈ നക്ഷത്രക്കാർ പണക്കാരായി തീരും. ധനസ്ഥാനമായ 2-ൽ വ്യാഴദൃഷ്ടിയുണ്ട്. 10-ൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ വന്നതുകൊണ്ട് ഇവർക്ക് പല മാർഗത്തിൽ കൂടിയും ധാരാളം ധനം വന്നു ചേരും. അഭീഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന രവി എന്ന് ഉദ്ദേശിക്കുന്നത് സൂര്യനാട്ടോ. സൂര്യൻ സർക്കാർ ധനം കൊടുക്കും. അതുപോലെ 11-ൽ നിൽക്കുന്ന ശുഭന്മാരായ ബുധനും ശുക്രനും ഇവർക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങള്, സ്വർണം, സ്വർണ്ണാഭരണങ്ങള്, ആഡംബര വീട്, അതുപോലെ വാഹനം, ലോട്ടറി ധനം, അതുപോലെ സമൂഹത്തിൽ അംഗീകാരം, സർക്കാരിൽ നിന്നും വിവിധ തരത്തിലുള്ള ആനുകൂല്യങ്ങള്, പദവി ഇവയൊക്കെ നൽകി അനുഗ്രഹിക്കും. എന്നാൽ ഇവരുടെ ശനീശ്വരൻ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ശാസ്താവിന് യഥാവിധി വഴിപാടുകൾ നടത്തി പ്രീതിപ്പെടുത്തേണ്ടതാണ്. അടുത്തത് കന്നിക്കൂർ നക്ഷത്രങ്ങളായ ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര എന്നീ നക്ഷത്രങ്ങളാണ്. ഇവരുടെ ഭാഗ്യസ്ഥാനമായ 9-ൽ വ്യാഴം സഞ്ചരിക്കുന്നു. കൂടാതെ കർമ്മസ്ഥാനമായ 10-ൽ സൂര്യൻ, ബുധൻ, ശുക്രൻ ഇവർ സഞ്ചരിക്കുന്നു. ഭാഗ്യസ്ഥാനത്ത് കൂടി വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ട് ഇവർക്ക് സകല സൗഭാഗ്യങ്ങളും വന്നു ചേരും. ധാരാളം ധനം, വിദ്യാഗുണം, പദവി, അംഗീകാരം, എല്ലാവിധ രീതിയിലുള്ള ഐശ്വര്യങ്ങളും, കുടുംബത്ത് സമാധാനം എല്ലാം വന്നു ചേരും. കൂടാതെ സർക്കാർ ധനത്തിന്റെ കാരകനായ സൂര്യൻ 10-ൽ നിൽക്കുന്നതുകൊണ്ട് സർക്കാർ ധനം, ലോട്ടറി ഒരു പ്രകാരത്തിൽ സർക്കാർ ധനം തന്നെയാണല്ലോ, ഇവയൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ബുധനും ശുക്രൻ 10-ൽ സഞ്ചരിക്കുന്നതുകൊണ്ട് വാഹനം, ആഡംബര വീട്, സ്വർണ്ണാഭരണം, വിവിധ തരത്തിലുള്ള സുഖഭോഗങ്ങള് ഇവയൊക്കെ ഇവർക്ക് വന്നു ഭവിക്കും. അടുത്തത് മീനക്കൂർ നക്ഷത്രങ്ങളായ പൂരട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാരാണ്. ഇവരുടെ ഉപജയസ്ഥാനമായ 3-ൽ വ്യാഴം നിന്നുകൊണ്ട് 9-ലേക്കും, 9 ഭാഗ്യസ്ഥാനമാണ്, അഭീഷ്ടസ്ഥാനമായ 11-ലേക്കും ദൃഷ്ടി ചെയ്യുന്നു. ഉപജയസ്ഥാനം എന്ന് ഉദ്ദേശിക്കുന്നത് അഭിവൃദ്ധിയുടെ സ്ഥാനമാണ്. മാത്രമല്ല കേന്ദ്രത്തിൽ നിൽക്കുന്ന സൂര്യൻ, ബുധൻ, ശുക്രൻ ഇവരുടെ കർമ്മസ്ഥാനമായ 10-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അതുകൊണ്ട് ഇവർക്ക് എന്ത് തൊഴിൽ ചെയ്താലും അതിൽ നിന്നെല്ലാം ധാരാളം ധനം ലഭിക്കും. മാത്രമല്ല അഭീഷ്ടസ്ഥാനത്തേക്കും ഭാഗ്യസ്ഥാനത്തേക്കും വ്യാഴദൃഷ്ടി വന്നുകൊണ്ട് ഇവർക്ക് സർവാഭീഷ്ടങ്ങളും സാധിക്കും. സർവ്വവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും. അവര് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടും. ഇവരെ പ്രതീക്ഷിക്കാത്ത പല ഭാഗത്തു നിന്നും ഇവർക്ക് ധാരാളം ധനം വന്നു ചേരും. മാത്രമല്ല പ്രശസ്തി, പദവി, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുകളിലെ ജയം, അതുപോലെ തന്നെ നല്ല ഈ റെസിഡൻസിന്റെ അല്ലെങ്കിൽ വേറെ അമ്പലത്തെ കമ്മിറ്റി അല്ലെങ്കിൽ പള്ളി കമ്മിറ്റി അങ്ങനെയുള്ള കമ്മിറ്റികളിലൊക്കെ ചെന്നു ചേരാനും അവിടെ ശോഭിക്കാനും അവിടെ ഒരു നല്ല സ്ഥാനം അവിടെ ലഭിക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട്. എന്നാൽ ഈ നക്ഷത്രക്കാരുടെ ശനീശ്വരൻ അനിഷ്ട സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് ശാസ്താവിന് പ്രീതികരമായ വഴിപാടുകൾ ഇവരും നടത്തേണ്ടതാണ്. അങ്ങനെ പ്രീതികരമായ വഴിപാടുകൾ നടത്തി ശാസ്താവിനെ പ്രീതിപ്പെടുത്തി ശനീശ്വരനെ അനുഗ്രഹിച്ചാൽ ഈ പറഞ്ഞ സൗഭാഗ്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്കും വന്നു ചേരും. ഇത് പൊതുഫലം മാത്രമാണ്, ഈ പറയുന്നതല്ല.
അതായത് ഈ ജാതകരുടെ ജനനസമയം, ദശാകാലം ഇവ അനുസരിച്ച് ഈ ഫലങ്ങളിലൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്തേ.